ഇനി വിദേശ വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. പശ്ചിമേഷ്യയിലെ ഗസ സിറ്റിയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 52 പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരികയാണ്. ഇതൊരു സാധാരണ സംഭവം പോലെയാകുകയാണ് ഈ ഗസയിലെ കൊലപാതകങ്ങൾ. പലസ്തീനി അജ്ഞാതന്റെ ആക്രമണത്തിൽ ജെറുസലേമിൽ 6 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഗ്രേറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് ഗസയിലേക്ക് സഞ്ചരിക്കാനുള്ള ബോട്ടിലേക്ക് ഡ്രോൺ തൊടുത്തുവിട്ട് നാശം വരുത്തിയെന്നും ആരോപണം ഉയരുകയാണ്. ഈ അവസരത്തിൽ പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഓണത്തിന്റെ ആലസ്യമൊക്കെ കഴിഞ്ഞോ? ഓണം അങ്ങനെ നടക്കുന്നുണ്ട് എസ്കേൻ. നമുക്ക് എന്നും ഓണമാണല്ലോ. അപ്പൊ ഈ പശ്ചിമേഷ്യയിൽ ഓണമേ ഇല്ല, അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇവിടെ ഓണത്തിന്റെ ആഘോഷത്തിൽ നിൽക്കുമ്പോൾ ഒരു നാട് മുഴുവൻ ഈ നരകതുല്യമായി കഴിയുകയാണ്. അവിടെ നമ്മളിപ്പോൾ 22 മാസമായി യുദ്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വാർത്തകളാണ് പറയാനുള്ളത്. ഒരുപക്ഷെ ഒരു ചെറിയൊരു ശതമാനം പ്രേക്ഷകരെങ്കിലും ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർ ഇയാമ്പാറ്റകളെപ്പോലെ മരിച്ചു വീഴുമ്പോൾ കാലത്തോട് നമ്മൾ കണക്ക് പറയാനുണ്ട്. നമ്മളൊക്കെ ഇത് കണ്ട് മൗനം പാലിച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അണ്ണാറക്കണ്ണൻ തന്നാലായി എന്ന് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ യുദ്ധത്തിനെതിരെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതാണ് മാധ്യമപ്രവർത്തകരുടെ ഇത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ഇപ്പോൾ ഈ ആൾക്കാരിങ്ങനെ കൊല്ലപ്പെടുന്നത് പതിവാണ് എന്ന് എസ്കെൻ പറയുന്നത് ഒരു തരത്തിൽ വളരെ ശരിയായിട്ടുള്ള കാര്യം. എല്ലാ ദിവസവും ഈ മരിക്കുന്നവരുടെ സംഖ്യ പറയാമെന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അതിൽ ഈ 52 പേരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും ആണെന്ന് ഓർക്കണം. അപ്പോൾ ചിലരൊക്കെ കളിയാക്കിക്കൊണ്ട് എഴുതുന്നുണ്ട് ഗർഭിണികളുടെ കണക്കിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ മലയാളികളുടെ ഒരു വിഭാഗത്തിന് വല്ലാത്ത രീതിയിൽ ഈ മരണത്തോടും കൊലപാതകത്തോടൊക്കെ ഒരു ആസക്തി പകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എസ്കെൻ. പണ്ടിങ്ങനെ പറയില്ലായിരുന്നു, കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ സങ്കടവും ദുഃഖമൊക്കെ രേഖപ്പെടുത്തുമായിരുന്നു. പക്ഷേ വലിയ രാഷ്ട്രീയ തിമിരം ബാധിച്ച കുറച്ചുപേരെങ്കിലും ഈ ഗസയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിനെ പോലും ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 52 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് മാത്രമല്ല സിറിയയിൽ കയറി ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ തീരദേശ നഗരങ്ങൾക്ക് നേരെ സിറിയ ഇസ്രായേൽ അതിർത്തിയിലൊക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. സിറിയയും അമേരിക്കയുമായിട്ട് വലിയ ബന്ധമായി സിറിയയിലെല്ലാം തുറന്നു കൊടുത്തു. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും സിറിയയോടുള്ള നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. കാരണം സിറിയ ഇപ്പോഴും ഇറാൻ്റെ സംഘടനകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അവിടെയും ഈ ഹെസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഹൂതികളുടെയൊക്കെ കേന്ദ്രങ്ങളുണ്ടെന്നാണ് ഇപ്പോഴും ഇസ്രായേൽ കരുതുന്നത്. പക്ഷെ അതിനിടയിൽ ഇസ്രായേലിനെതിരെ വലിയൊരു അടി നടന്നിരിക്കുന്നു. കിഴക്കൻ ജെറൂസലമിൽ ഒരു അജ്ഞാതനായിട്ടുള്ള പാലസ്തീനി നടത്തിയ ഒരു ചാവേർ പോലുള്ള ആക്രമണത്തിൽ 6 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇതിനിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് ഈ ഗസയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ഇസ്രായേലി സൈന്യം എല്ലായിടത്തും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കടലിലും ബ്ലോക്കേഡ് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. ആ ബ്ലോക്കേഡ് ഭേദിച്ചുകൊണ്ട് വരാൻ വേണ്ടി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ബോട്ടുകളുടെ ഒരു സംഘം തന്നെ വരുന്നുണ്ട്. ഒരു തവണ ഗ്രറ്റ തുൻബർഗ് വന്നിട്ട് ഇസ്രായേലി സൈന്യം പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേലിൽ കൊണ്ടുപോയി താക്കി നൽകി വിട്ടയച്ചതാണ്. ഇപ്പോൾ ഗ്രറ്റ തുൻബർഗ് വീണ്ടും വരാനിരിക്കുന്നു. അത് ടുണീഷ്യയിലെ ഒരു പോർട്ടിൽ അവിടുത്തെ തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്ന ഫ്ലോട്ടില്ല എന്ന ബോട്ടിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നതായി പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ ലോക സംഘടനകളൊക്കെ ആരോപിക്കുന്നു. പക്ഷേ ടുണീഷ്യൻ സർക്കാർ പറയുന്ന അങ്ങനെ ഒരു ഡ്രോൺ വീണിട്ടില്ല. എന്തായാലും ബോട്ടിന് തീ പിടിച്ചു, അതിലുള്ള ലൈഫ് ജാക്കറ്റുകൾ മുഴുവൻ കത്തി നശിച്ചു. ഭാഗ്യത്തിന് ഗ്രറ്റ തുൻബർഗ് അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകർ അതിൽ കയറിയിരുന്നില്ല. പക്ഷേ മറ്റു പല പ്രവർത്തകരുണ്ടായിരുന്നു, ചിലർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അത് സാധാരണ രീതിയിലുള്ള തീപിടുത്തമാണെന്ന് പറയുന്നു. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി വളരെ ഇതായിട്ടുള്ള ഫ്രാൻസിസ്ക ആൽബനീസ് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഗസയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഐക്യരാഷ്ട്രസഭാ പ്രതിനിധിയാണ്. അവരവിടെ പോയിട്ടുണ്ട്. എന്തായാലും ഗസയിലേക്ക് സഞ്ചരിക്കാൻ ധൈര്യം ചെയ്ത് ചെറുപ്പക്കാരിയായിട്ടുള്ള ഗ്രറ്റ തുൻബർഗിനെ പോലുള്ളവർ വരുന്നു എന്നുള്ളത് തന്നെ മനുഷ്യരിലുള്ള വിശ്വാസം, ലോക ജനതയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് എസ്കെൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.